ഹായ് കൂട്ടുകാരെ, ചേനയും ഞാനും പണ്ട് മുതലേ ഭയങ്കര സ്നേഹിതാക്കളായതുകൊണ്ട് ചേന ചെത്തുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ കുറച്ച് കരുതലുകൾ എടുക്കാറുണ്ട്. ചൊറിയരുതല്ലോ. അപ്പോൾ ഈ ചേന ചെത്തുമ്പോൾ ചൊറിയണവരും മുളകൊക്കെ എടുത്ത് അരിയുമ്പോൾ കൈ പുകയണവരില്ലേ, അവർക്ക് ഇങ്ങനെ നല്ലപോലെ വെള്ളം അങ്ങോട്ട് ചൂടാക്കിയിട്ട് അത് ഇത്തിരീശെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിനും ഭേദം ചൊറിയുന്നതായിരുന്നു എന്ന് മനസ്സിലാവും. ചുമ്മാ പറഞ്ഞതാട്ടോ. ശരിക്കും നമ്മൾ വെള്ളം ചൂടാക്കി കയ്യിലേക്ക് ഇത്തിരീശെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൊറിച്ചിലും പുകച്ചിലും അതോടുകൂടി മാറും. പക്ഷെ അത് ഒഴിക്കണ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. ഉപയോഗപ്പെടുകയാണെങ്കിൽ ഉപയോഗിക്കുക ഈ ടിപ്പ്. ചേനയും മത്തങ്ങയും വെക്കണതിൻ്റെ പ്രഹസനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേന വേവിച്ചതും മത്തങ്ങ വേവിച്ചതും ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് അരപ്പാണത്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളകൊക്കെ കൂടി അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് അങ്ങോട്ട് കൊടുക്കാൻ പോകണം. മൂടി വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പത്തലമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. പച്ചക്കറിയൊക്കെ ഞാൻ മുമ്പേ വേവിച്ച് വെച്ചതാണ് കേട്ടോ, ആ കാര്യം മറക്കരുത്. വേവിച്ചതാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കണത്. എന്നിട്ട് പോയി നല്ലപോലെ അങ്ങോട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ സൂപ്പർ മത്തങ്ങയും ചേനയും റെഡി. കാണുന്നത് പോലെയല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അടിപൊളി.